ഹലോ മുത്തുമണികളെ, എന്താണെന്നറിയാൻ പാടില്ല. എൻ്റെ വീഡിയോയിൽ ഭയങ്കരമായ ഒരു സൗണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് പരിഹാരമാണ് കാണേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഞമ്മ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം, നമ്മളിന്നൊരു ഭയങ്കരപ്പെട്ട കഥ പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് മുത്തുമണിയല്ലേ. കഥ എന്ന് പറഞ്ഞാൽ എമാതിരി കഥ എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളിന്ന് ഒരു ഡ്രാക്കുളയുടെയും ഒരു മലവാണത്തിൻ്റെയും കഥയാണ് പറയുന്നത്. ചില കാര്യങ്ങളുണ്ടല്ലോ മക്കളെ, നമ്മളെത്ര വേണ്ടാന്ന് വെച്ചാലും നമ്മളെത്ര ഒതുങ്ങിപ്പോയാലും വിടൂല, നമ്മളെ കൊണ്ടിങ്ങനെ പറയിച്ചോണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മളും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഒരു പറച്ചിലാണ് ഈ ഒരു പറച്ചിലെന്ന് പറയുന്നത്. പണ്ടല്ല, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബ് ചാനൽ തുറന്ന് യൂട്യൂബിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് വരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ ഒരു സമയത്തിൽ നമുക്കറിയാൻ പാടില്ല, നമ്മൾ യൂട്യൂബർ ആയിട്ടില്ലല്ലോ. അപ്പം നമ്മളെ വീഡിയോയുടെ താഴെ ഒരു യൂട്യൂബർ വന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അഭിമാനം പോലെയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരു പാവം പിടിച്ച ഒരു സ്ത്രീ, ഉമ്മാൻ്റെ പ്രായമുള്ള ഒരു സ്ത്രീ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടും. വളരെ ശരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ അന്ന് ഞാൻ നജലേനെ വിമർശിക്കുന്ന വീഡിയോകൾക്ക് താഴെയാണ് ആ കമൻറ്റുകൾ കാണാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എതിർക്കുന്ന ഒരു ഭാഗത്തെ അല്ലെങ്കിൽ എതിർക്കുന്ന ഒരു സംഭവത്തിനെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ഒപ്പം നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഭയങ്കരമായ ഒരു അറ്റാക്ക് എൻ്റെ നേരെ വന്നത്. അതായത് അവർ നോക്കിയപ്പോൾ ഞാനിങ്ങനെ കുടുംബിനിയായിട്ട്, ഭയങ്കര അച്ചടക്കത്തോടെ കുടുംബിനിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ പെട്ടെന്ന് വീഴ്ത്താൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? അവരുടെ അഭിമാനത്തിൽ കയറി പിടിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോകളുടെ താഴെ, അതുപോലെ തന്നെ എൻ്റെ ലൈവിൻ്റെ താഴെ എൻ്റെ അഭിമാനത്തിനെ ചോദ്യം ചെയ്തും കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആരാണ്? ഞമ്മൻ്റെ ചൂപ്പി ചപ്പർ അണ്ണനും അത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞും കൊണ്ട് ഞമ്മൻ്റെ ഡ്രാക്കുള തള്ളയും. പിന്നെ ഇതൊന്നും പോരാത്തോണ്ട്, എടാ ചൂപ്പിച്ചപ്പറേ, നീ സ്ത്രീയുടെ പിന്നാലെ പോയി അവരെ ഇമാതിരി തെറി പറയുന്നത് മോശമല്ലടാ എന്ന് പറഞ്ഞും കൊണ്ടൊരു മലവാണവും എൻ്റെ പിന്നാലെ വന്ന്. അന്ന് ഇവറ്റകളുടെ കളി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു. പിന്നീട് ഈ ചൂപ്പിച്ചപ്പർ അണ്ണൻ്റെ അറ്റാക്ക് ഭയങ്കരമായപ്പോൾ എനിക്കിതൊന്നും ഒരു അറ്റാക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ പാവം പിടിച്ച ഡ്രാക്കുള എന്ന് പറയുന്ന ഉമ്മയുണ്ടല്ലോ, ഡ്രാക്കുളുമ്മ വന്നിട്ട് പറയണു, അയ്യോ എനിക്കിതൊക്കെ കാണുമ്പോൾ അറ്റാക്ക് വരുന്നു മുത്തുമണികളെ, എനിക്ക് അറ്റാക്ക് വരുന്നു. നീ എൻ്റെ മോളിനെ പോലെയാണ് മക്കളെ, എൻ്റെ മോളിനെ പോലെയുള്ള ഒരു സ്ത്രീനെ ഈ മഹാതിരി പറഞ്ഞടിക്കണതൊക്കെ കേൾക്കുമ്പോൾ എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല. ഒരു കാര്യം ബീനൈഷാൻ്റെ നമ്പർ എനിക്ക് തായോ, നമുക്കിതിന് പരിഹാരം ഉണ്ടോയെന്ന് നമുക്കൊന്നും നോക്കാട്ടോ എന്ന് പറഞ്ഞു. മന്ദബുദ്ധിയായ ഞാൻ എന്താക്കി, എൻ്റെ നമ്പർ എടുത്ത് ഡ്രാക്കുളയ്ക്ക് കൊടുത്തു. മന്ദബുദ്ധി എന്ന് മാത്രമല്ല പറയേണ്ടത്, ചെരുപ്പൂരി അടിക്കണം, എന്നെ ചെരുപ്പൂരി അടിക്കണം. ഞാൻ കൊടുത്തു. ഈ നമ്പരും കൊണ്ട് മിണ്ടാതെ പോയതല്ല ഇവർ ഈ എൻ്റെ ലൈവിൽ ഞാൻ കാണാത്ത പോർഷനൊക്കെ ഇവരെനിക്ക് എടുത്തുകൊണ്ട് വന്ന് തരും. അത് എൻ്റെ ലൈവിൽ മാത്രമല്ല, ഇവരും ലൈവൊക്കെ ചെയ്യണ ഈ ഡ്രാക്കുളുമ്മ ലൈവൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡ്രാക്കുളുമ്മേരെ ലൈവിൽ ഞാൻ പോയില്ല എങ്കിലും ഡ്രാക്കുളുമ്മേരെ ലൈവിലും എന്നെ അറ്റാക്ക് ചെയ്യുന്ന ആ ഭാഗങ്ങൾ പിന്നെ അവർ സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫോണിൽ വളരെ പിന്നെ ലക്ഷ്യം വെച്ചും കൊണ്ട്, അതായത് ഇത് ഞാൻ കാണണം എന്നുള്ളൊരു രീതിയിൽ തന്നെ
സ്ക്രീൻഷോട്ടും എടുത്തുകൊണ്ട് ഈ ഡ്രാക്കുള സ്ഥിരം എൻ്റെ വാട്സപ്പിൽ കയറി വരുമെന്ന്. അത് മാത്രമല്ല, അതും കഴിഞ്ഞിട്ട് ഒരു മലവാണ ചേറ്റ അലവിലാതീര ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും കൊണ്ടുപോയി. ഞാനും വിചാരിച്ച് സൗഹൃദമായിരിക്കും. നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ ഡ്രാക്കുളമ്മേരെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂട്ടുകാരികളുണ്ട്. ഇവർക്ക് കുറച്ച് കൂട്ടുകാരികളുണ്ടായിരുന്നു. അതായത് ഒരു ഖദീജുമ്മ, ഒരു മല്ലിമുളക് ഉമ്മ, അതുപോലെ തന്നെ ഇവരൊരു ലൂപ്പാണ്. അപ്പം ഈ ലൂപ്പ് വളരാൻ വേണ്ടിയിട്ടുള്ള വളമായിട്ട് ഈ പാവപ്പെട്ട അതായത് ഞാൻ ഇവരെയൊക്കെ കുറിച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യണം. ആരെയൊക്കെ കുറിച്ച്? നമ്മളെ ഡ്രാക്കുളമ്മ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ഫസ്റ്റ് ആര് കമൻ്റ് ഇട്ടില്ലെങ്കിലും ബീനൈഷ കമൻ്റ് ഇടണം, അതുപോലെ ഐഷാനേഹ കമൻ്റ് ഇടണം, പിന്നെ വേറെ ആരൊക്കെ കമൻ്റ് ഇടണുണ്ട്. അങ്ങനെ പക്ഷെ ബീനൈഷയുടെ കമൻ്റ് അവിടെ കാണണം. ബീനൈഷ എങ്ങാനും കമൻ്റ് ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നു മുത്തോണികളെ, നിങ്ങൾ ലൈവിൽ കാണുന്ന ഒരു ഡ്രാക്കുളമ്മ ഉണ്ട്. എന്തെന്നാണ് മരുന്നെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് 5-6 അറ്റാക്ക് വന്ന ഞാൻ ഒരു മരുന്നെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് 5-8 മണിക്കൂർ വന്ന് ലൈവ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പറയിക്കണതാണ് നാശങ്ങൾ നീയൊക്കെ. അങ്ങനെ ലൈവ് ചെയ്യിക്കുന്ന ഇവര് പാവം പിടിച്ച ഒരു മരുന്നിനെങ്കിലും പൈസ കിട്ടട്ടെന്ന് പറഞ്ഞ് ലൈവ് ചെയ്യണം. ഇവര് വാട്സപ്പിലോട്ട് കയറിയവരെ കൊണ്ട് അതെന്ത് പറ്റി ബീനൈഷ എൻ്റെ വീഡിയോയിൽ താഴെ കമൻ്റ് ഇടാത്തത് എന്തുകൊണ്ട് ബീനൈഷയ്ക്ക് ഞാൻ എത്ര ലിങ്ക് തന്ന്, ഈ ലിങ്കുകൾ എന്തുകൊണ്ട് ബീനൈഷ റിയാക്ട് ചെയ്യുന്നില്ല? എത്ര മല്ലിമുളവിൻ്റെ എത്ര ലിങ്കുകൾ ഞാൻ തന്ന്, ജാതി മതം ഒക്കെ വെച്ചിട്ട് നിങ്ങളടുത്ത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഇതിന് ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. 1.5 മാസം 2 മാസം കണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. കാരണം എനിക്ക് അപാര ബുദ്ധിയുണ്ട് എന്ന് ഞാൻ തന്നെ സ്വയം ചിന്തിക്കുന്ന ഒരാളാണ്. ഈ അപാരമായ ഭംഗിയുണ്ടെന്നോ അപാരമായ ഞാൻ വെളുത്തു സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നതെന്നോ ഉള്ള ചിന്തയൊന്നും എനിക്ക് ഇല്ലെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് ആരെങ്കിലും നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് തോന്നുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു വളമായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വലിച്ചു തൂക്കി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടിട്ടതാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു പോതള്ളേ, വേറെ പണിയൊന്നും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അങ്ങ് ലെഫ്റ്റായി. എൻ്റെ പൊന്നുമക്കളെ ലെഫ്റ്റായി എൻ്റെ പിറ്റേന്ന് തൊട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് സ്വൈരയില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവരുടെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവരെ പിന്നാലെ പോയിട്ട് അവരെ എന്നൊക്കെ കുറേ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. എന്തായാലും ഡ്രാക്കുളമ്മയുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ലെഫ്റ്റായി കഴിഞ്ഞപ്പോൾ ആ ഡ്രാക്കുളമ്മയ്ക്ക് സ്വൈരവും ഇല്ല, സ്വസ്ഥതയും ഇല്ല, ഊണവും ഇല്ല, ഉറക്കവും ഇല്ല. അങ്ങനെ ഡ്രാക്കുളമ്മ എൻ്റെ പിന്നാലെ വെച്ചങ്ങോട്ട് പിടിച്ച് ഇപ്പോൾ 1.5 വർഷമായി. ഈ 1.5 വർഷത്തിൻ്റെ ഇടയിൽ എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഈ 1.5 വർഷത്തിനും ഇടയിൽ പിന്നെ എൻ്റെ കുറേ വോയിസ് ഇതൊക്കെ എടുത്ത് പലർക്കും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് വലിയ ആൾ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ടൊരു ആക്ടിങ് ഉണ്ട്. മാതിരി ആക്ടിങ് എന്നറിയുന്നു. പക്ഷെ ഈ തള്ളയാണ് എല്ലാ സാധനവും കൊടുത്തതെന്നുള്ളതിൻ്റെ അവസാന തെളിവ് എന്തോന്നെന്നറിയാമോ? എനിക്ക് കാളകൂട വിഷത്തിൻ്റെ ഒരു പരിപാടി എൻ്റെ മനസ്സിൽ കാളകൂട വിഷം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ എന്നെ പബ്ലിക്കിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പം ഞാനിങ്ങനെ ഈ തള്ളേനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. തള്ളേനെൻ്റെ കയ്യിൽ കിട്ടിയ ചവിട്ടിക്കീറി കൂമ്പളക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ തള്ള വന്നട വീണ്ടും തള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ എമാതിരി ഭീഷണി എന്നറിയാം. എന്നെ നേരിട്ട് അവർ 2-3 തവണയെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ അല്ലാതെ അവർ കുറേ ഭീഷണിപ്പെടുത്തി. ഇവരെ ഭീഷണി എനിക്ക് കാലി നൂരിപ്പോണ ആണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇവരെ ഭീഷണി ഒന്നുമില്ല. ലോകത്ത് ഏത് മലരുകളുടെ ഭീഷണിയായിരുന്നാലും ഞമ്മക്ക് ഈ കാലിന്ന്
ഇളകിപ്പോണ ആണ്, മനസ്സിലായ? അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ട് ഇവരെൻ്റെ വാട്സപ്പിലോട്ട് ചാടിക്കയറി വന്നടെ. വാട്സപ്പിൽ ചാടിക്കയറി വന്നിട്ട് വെറുതെ പോയില്ല, നിന്റെ വീട്ടിൽ വന്ന് നിന്റെ കൈ കൊണ്ട് ഞാൻ ചായ വാങ്ങിച്ച് കുടിക്കുമെടി എന്ന്. പിന്നെ പുന്നര മോളെ, നീ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തും പോലെ എന്നെ ഭീഷണിപ്പെടുത്താൻ വരില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല പൂരപ്പാട്ട്, ഭരണിപ്പാട്ട് എന്നൊക്കെ കേൾക്കൂല്ലേ നിങ്ങൾ? കേട്ടിട്ടില്ലേ ഭരണിപ്പാട്ട്? ഭരണിപ്പാട്ട് പിറകി നിൽക്കൂടെ ഞാൻ പൂരപ്പാട്ട് പാടി. അവസാനം ഇവർ ജീവനും കൊണ്ട് ഓടി. അങ്ങനെ ജീവനും കൊണ്ട് ഓടിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ എന്ത് ചെയ്ത്, ഇവരുടെ വോയിസ് എടുത്തോണ്ടെന്ന്, അവർ എനിക്കിട്ട മെസ്സേജ് എടുത്തോണ്ടെന്ന് ഞാൻ ലൈവുകളിൽ അർമാദിച്ച്, വീഡിയോകളിൽ അർമാദിച്ച്. ഈ ചില സംഭവങ്ങൾ നമുക്ക് എത്ര അവരെ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ആ ഒരു കേസ് കെട്ടാണ് അത്തള്ള എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പൊന്നുമണികളെ, ഇവരെന്നെ ബ്ലോക്കും ചെയ്തും കൊണ്ട് പോയിട്ട് മിണ്ടാതെ ഇരുന്ന ഇവർക്ക് ഊണവും ഇല്ല ഉറക്കവും ഇല്ല. ആ സമയം ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചത്ത് സുഖമായിട്ട് കിടന്നുറങ്ങണം. എൻ്റെ മക്കളുടെ കൂടെ ആവശ്യമുള്ളിടത്തൊക്കെ പോവുകയും വരെയും എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുകയും എല്ലാം ചെയ്തിട്ട് മനസ്സമാധാനത്തിൽ ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വേറെ വിഷയമുണ്ട് കേട്ടോ. നമ്മൾ ഡ്രാക്ലോമൻ്റെയും മലവാളത്തിൻ്റെയൊക്കെ ഗ്രൂപ്പിലുണ്ടായിരുന്ന സമയത്തുള്ള എൻ്റെ നമ്പർ ഗൾഫിലുള്ള ചില ചെറ്റകൾക്ക് എനിക്ക് യാതൊരു വിവരവും ഇല്ലാത്ത ഏതൊക്കെയോ ചെറ്റകൾ അലവിലാതി മലരന്മാർ എന്ന് രാത്രിയിൽ കിടന്ന് വിളിക്കുകയാണ്. ഇവർ വിചാരിച്ച് പിന്നെ എന്തോ ഭർത്താവ് വയ്യാതെ കിടക്കുന്ന സ്ത്രീ കുറേ മക്കളെയും കൊണ്ട് പിന്നെ യൂട്യൂബിൽ കയറി വന്നത് വരുമാനത്തിന് വേണ്ടിയിട്ടാണ്, പണം കാണിച്ചു കഴിഞ്ഞാൽ ഇവളെ അങ്ങ് എന്തോ ആക്കിക്കളയാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ വിളിക്കണത്. ഇവന്മാർ വിളിച്ചാൽ എനിക്ക് വേറൊരു സ്വഭാവമുണ്ട്. അതായത് ഞാൻ ഈ കളകൂട വിഷം കൊണ്ടു നടക്കുന്ന ആളാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പക അത് എനിക്ക് ഭയങ്കരമാണ്. ഈ വിളിക്കണ മലരന്മാരെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? സംസാരിക്കാൻ അവസരം കൊടുത്തിട്ട് വേണ്ടേ? ആരെടാ നിനക്ക് നമ്പർ തന്നത്? നീ നമ്പർ തന്നത് ആര് എന്ന് പറഞ്ഞിട്ട് നീ സംസാരിച്ചാൽ മതിയടാ. എടാ നമ്പർ തന്നത് ആരെന്ന് പറയടാ. നമ്പർ തന്നതാരെന്ന് പറയടാ. നീ നമ്പർ തന്നതാരെന്ന് പറയടാ. നിനക്കെൻ്റെ നമ്പർ തന്നത് ആരെന്ന് പറയടാ. നീ പറയാതെ പൊണ്ടടാ. നിങ്ങൾ പറയടാ. നീ ആരടാ? നീ എൻ്റെ ഫോണിൽ വിളിക്കാൻ നീ ആരടാ എന്നും പറഞ്ഞുകൊണ്ട് അവന്മാർക്ക് പറയാൻ സമയം കൊടുക്കുമോ? ഈ ചില ഒരുമ്പട്ട സ്ത്രീകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ വേറൊരു ഇനമാണ് ഞാൻ. അവന്മാർക്ക് സംസാരിക്കാൻ സമയവും കൊടുക്കൂല. അവന്മാർ ഈ കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് മറ്റേ ടോക്കണ പൈസയൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെ വിളിക്കണ കോളുകളല്ലേ. എന്നെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് അവന്മാർക്ക് മനസ്സിലായി. അപ്പം അതും ഞാൻ എന്താക്കി, എൻ്റെ ലൈവുകളിലും എൻ്റെ വീഡിയോകളിലും എല്ലാം കൊണ്ടുവന്ന് പബ്ലിക്കാക്കി. ഇതിൻ്റെ ഇടയിൽ ഞമ്മൻ്റെ ചൂപ്പിച്ചപ്പറണ്ണന് 11:30 മണിയാകുമ്പോഴത്തേക്കുമാണ് ബോധം വരണത്. അപ്പം നേരെ എൻ്റെ നമ്പറിലോട്ട് വിളിക്കും. ചൂപ്പിച്ചപ്പറണ്ണനെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചൂപ്പിച്ചപ്പറണ്ണനെ ഇപ്പോഴാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത്. അതായത് ചൂപ്പിച്ചപ്പറണ്ണനെ നമ്മൾ ബ്ലോക്ക് ചെയ്തില്ല. കാരണം എന്താണ് നീക്കങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ വേറൊരു ഒരു ആയുധം മാത്രമായിട്ട് ഞാൻ അവിടെ അങ്ങ് അവശേഷിപ്പിച്ച്. അപ്പോൾ ഈ ചൂപ്പിച്ചപ്പറണ്ണ ഈ മറ്റേ വോയിസ് ചേഞ്ച് ചെയ്തിട്ട് വിളിക്കുകയാണ്. അതായത് പണ്ട് സിനിമകളിൽ പ്രേം നസീർ പിന്നെ വേഷം മാറുന്ന ഒരു രീതിയുണ്ട്. പൊട്ടെടുത്ത് ഇവിടെ വെച്ചാൽ കുമാരനാവും, പൊട്ടെടുത്ത് കയ്യിലോട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ കോവാലനാവും. ആ സിനിമകൾ കണ്ടിട്ടില്ലേ? അമ്മാതിരി വേഷപ്പകർച്ച എന്നറിയാമോ? പ്രേം നസീർ ഉമ്മറൊക്കെ ഉണ്ടല്ലോ. പൊട്ടെടുത്ത് ഇവിടെ വെച്ചാൽ കുമാരൻ, പൊട്ടെടുത്ത് കയ്യിലൊട്ടിച്ചാൽ കോവാലൻ. അമ്മാതിരി വേഷപ്പകർച്ചയുമായിട്ട് നമ്മളെ ചൂപ്പിച്ചപ്പറണ്ണൻ രാത്രി 11:30 കഴിയുമ്പോഴത്തേക്കും വിളിക്കും. ഞാൻ നിങ്ങൾക്ക് 1,00,000 രൂപ തരാം, ചൂപ്പിച്ചപ്പറിനെ നിങ്ങളൊന്ന് ഒതുക്കണം. അത്ര മന്ദബുദ്ധിയാണല്ലോ ഞാനും. നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് രഹസ്യങ്ങൾ ചൂപ്പിച്ചപ്പറിനെ കുറിച്ച് എനിക്കറിയാം. ഇത് പറയണതാര്? ഈ മലരെ. അങ്ങനെ അവസാനം എൻ്റെ ഭർത്താവ് ഇടപെട്ടിട്ട് അവൻ്റെ വിളി അങ്ങ് നിർത്തി.
എന്നാലും പോവില്ല. ഒരു തരം കാലി പറ്റിയ തീട്ടം പോലെയാണ് ആ ജന്തു. എന്നാലും പോവില്ല. എത്ര തെറിവിളി കേട്ടാലും എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കഴുതേനെ പോലെ നമ്മളെ പിന്നാലെ ഇങ്ങനെ വട്ടം ഇട്ട് പറക്കും. അവസാനം ഞാൻ ഇപ്പം ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു കേട്ടോ, ശല്യം കാരണം. അങ്ങനെ ഞാൻ എന്തൊരു പറഞ്ഞുകൊണ്ടിരുന്നത് മക്കളെ, പറഞ്ഞു കാട് കയറിയല്ല. അങ്ങനെ ഞമ്മനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞമ്മ നോക്കുമ്പോൾ ഉണ്ടല്ലോ പൊന്നു മുത്തുമണികളെ, ഒരു വക്കീൽ നോട്ടീസ്. ഞമ്മ പേടിച്ച് കിടുങ്ങിപ്പോയി. സംഭവം എന്തെന്നറിയാമോ? ഈ വക്കീല് കോടതി എന്നൊക്കെ ഉള്ളത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. തെറ്റ് ചെയ്യാത്തവർ നിയമത്തിൻ്റെ മുന്നിൽ യാതൊരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ തന്നെ 100,000 വട്ടം പറഞ്ഞിട്ടുള്ള എന്നെ വക്കീൽ നോട്ടീസ് തന്ന് എന്നെ പേടിപ്പിച്ചടെ. ഞാൻ പേടിച്ച് തൂറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വക്കീൽ നോട്ടീസ് കിട്ടി. വക്കീൽ നോട്ടീസും കൊണ്ട് ഞാൻ എൻ്റെ വക്കീലിൻ്റെ അടുത്ത് പോയപ്പോൾ വക്കീൽ പറഞ്ഞു, ഞമ്മക്ക് നോക്കാന്ന് നിങ്ങൾ പോയീനെന്ന്. അങ്ങനെ ആ വക്കീൽ നോട്ടീസിൻ്റെ ബാക്കിക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നപ്പോൾ ഉണ്ടല്ലോ നമ്മൾ അല്ലുടായിപ്പുമ്മ. ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലുടായിപ്പുമ്മേര കാമുകനും കൂടി ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമാതിരി ഭീഷണി. ഇവർ ആലുവയിൽ പോകുന്നു, കോടതിയിൽ പോകുന്നു, കേസ് കൊടുക്കുന്നു, മൊഴി കൊടുക്കുന്നു. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടെ എൻ്റെ പൊന്നു മക്കളെ. ഞാനിവിടെ പേടിച്ച് തൂറി എൻ്റെ കക്കൂസ് മൊത്തം നിറഞ്ഞു. പേടിച്ച് തൂറിയിട്ടേ അവസാനം ഇവർ പറഞ്ഞു, ഏപ്രിലിൽ എനിക്ക് എന്തോ വരണുണ്ട്, മെയ്യിൽ എനിക്ക് എന്തോ വരണുണ്ട്, ജൂലൈയിൽ എനിക്ക് എന്തോ വരണുണ്ട്. ഞാൻ കാത്തിരിക്കുകയാണ്. സംഭവം എന്തെന്നാണ്? എനിക്കും പറയാൻ ഒരുപാടുണ്ടാവൂലേ, ഞമ്മക്കും പറയാനുണ്ടാവൂലേ. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഞമ്മൻ്റെ ഡ്രാക്കുളുമ്മ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ഞമ്മൻ്റെ ഫിജോ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിയുണ്ട്. ഭയങ്കര തെറിയാണ്. ഈ തെറി വിളിച്ച് എന്നെ ഒതുക്കിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇവരെ ചാനലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇവരുടെ തന്നെ സുഹൃത്തുക്കളെന്ന് പറയുന്ന കുറേ എണ്ണത്തിൻ്റെ പിന്നാലെ ചെന്നിട്ട് അവളൊറ്റൊരുത്തി കാരണമാണ് ഞാൻ ചാനൽ കളഞ്ഞത്, ഞാൻ അവളൊറ്റൊരുത്തി കാരണമാണ് ചാനൽ കളഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ആൾക്കാരുടെയും പിന്നാലെ പോയിട്ട് നിലവിളിക്കണത് പലരും എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്ന് തരുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ആര് ഭീഷണിപ്പെടുത്തിയാലും നമുക്ക് പ്രിയമായ നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മളുണ്ടാക്കിയ ഒരു ചാനൽ നമ്മൾ കളയൊന്നുമില്ല. ഇനി ഏതെന്ന് പറഞ്ഞാലും അല്ലേ, നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത, നമുക്ക് യാതൊരു പ്രിയവും ഇല്ലാത്ത ഒരാൾ നമ്മളെന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചാനൽ എടുത്ത് കളയും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നജിലയും ഞാനും ഒക്കെ പണ്ടേ ചാനൽ കളഞ്ഞിട്ട് പോവേണ്ടതാണ്. ഷാജി എപ്പോഴേ ചാനൽ കളഞ്ഞിട്ട് പോവേണ്ടതാണ്. അപ്പം അങ്ങനെ ചാനലും കളഞ്ഞിട്ട് ഈ റിയാക്ഷൻ ചാനൽ, ഈ തള്ള വിചാരിച്ച് റിയാക്ഷൻ ചാനലുകാരുടെ അടുത്ത് എന്നെ അങ്ങ് പൊതിരെ തല്ലൂ. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ലെന്നേ. എന്തിന് ഇവരുടെ കൂടെ നടക്കണ ആളുകൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. അഥോ എന്ന് പറഞ്ഞിട്ട് തുപ്പിക്കളഞ്ഞു. അപ്പം ഇവരുദ്ദേശിച്ച കാര്യം നടന്നതും ഇല്ല. പിന്നെ ഇവരെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഗുളികയ്ക്ക് വേണ്ടി ചാനൽ തുടങ്ങിയവർ ലക്ഷങ്ങൾ ചെലവാക്കാനും തയ്യാറാണത്രേ. എൻ്റെ ചാനലൊന്ന് അടിച്ചു കളയണം എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ടെക്നീഷ്യൻ്റെ അടുത്ത് എന്നെ പോയടേ. അതാണ് അതിനും വിശേഷം. എൻ്റെ ടെക്നീഷ്യൻ്റെ അടുത്ത് എന്നെ പോയിട്ട് എൻ്റെ ചാനൽ അടിച്ചു കളയാൻ. പക്ഷെ മനസാക്ഷി എന്ന് പറയണ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ബീൻ ഒരിടത്തും പണം കൊണ്ട് നേടിയതൊന്നുമില്ല, സ്നേഹം കൊണ്ട് നേടിയതൊക്കെയും ബീനിൻ്റെ കൂടെ ഇന്നും ഉണ്ട്. അതായത് പലരും ഇങ്ങനെ പല ചാനലുകളും എടുത്തുകൊണ്ട് വന്ന് പുതിയ ആൾക്കാർക്ക് വരെ ബ്ലൂ കൊടുക്കുമ്പോഴും ബീനിൻ്റെ പഴയ അതേ ബ്ലൂ കൊടുത്ത ആൾക്കാർ തന്നെയാണ് ബീനിൻ്റെ ഇപ്പോഴത്തെയും പടയാളികൾ. ബീനൊരു വീഡിയോയുമായി വന്ന സമയത്ത് ബീനിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇന്നും ബീനിൻ്റെ കൂടെയുണ്ട്. ബീൻ ഒരു അഭിപ്രായവും പറഞ്ഞും കൊണ്ട് ബീൻ ഒരു ചാനലും തുടങ്ങിയിട്ട് വന്നപ്പോൾ ബീനിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെയും ഇപ്പോഴും ഉണ്ട്. ഒരു പേര് മാറ്റം പോലും നടത്താതെ അവരൊക്കെയും ഇപ്പോഴും ചങ്കും പറിച്ച് എൻ്റെ പിന്നാലെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. അതാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഫിജോയുടെ പിന്നാലെ പോയി. ഫിജോ ആണെങ്കിൽ പിന്നെ ചീത്ത വിളിച്ച് ഒതുക്കുമല്ലോ എന്ന് വിചാരിച്ചു.
പക്ഷെ ഫിജോ അങ്ങനെ പിന്നെ അവൾക്ക് എതിരെ നിൽക്കുന്നവരെ ചീത്ത വിളിച്ച് ഒതുക്കുമെങ്കിലും ചില കാര്യങ്ങൾ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ തള്ളയിൽ എന്തോ സംശയം തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. ഫിജോ എന്നെ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ പിന്നാലെ പോയി എന്നെ ഒന്ന് ഒതുക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പോയത് ആരടുത്തെന്നറിയാമോ? എൻ്റെ സ്വന്തം ഇത്താൻ്റെ അടുത്ത്, ഷെഫീന താത്തേൻ്റെ അടുത്ത്. ഷെഫീന താത്ത പിന്നെ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളാണ് കേട്ടോ. ഷെഫീന താത്ത എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ഈ പുള്ളിക്കാരീനെ നിനക്കറിയാവോ? ഈ പുള്ളിക്കാരി എന്താ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. കുറച്ച് സ്ക്രീൻഷോട്ടും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവർ ഈ ഡ്രാക്കുളുമ്മ പോകുമ്പോൾ എല്ലാവരും വാട്സപ്പിൽ പോകും. വാട്സപ്പ് കോളാണ് വിളിക്കുന്നത്. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റൂലെന്നാണ് തള്ളേരെ വിചാരം. ഷെഫീന താത്തേനെ പോലൊരു യൂട്യൂബറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വാട്സപ്പ് കോൾ ചെയ്താൽ വല്ല നടക്കുന്ന കാര്യമാണ്. ടൈപ്പ് ചെയ്താൽ ടൈപ്പ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കും. വോയിസ് ആണെങ്കിൽ വോയിസ് നമ്മൾ യൂട്യൂബേഴ്സിനൊരു പ്രത്യേകതയുണ്ട്. എടുക്കാനുള്ള വോയിസുകളാണെങ്കിൽ എടുക്കൂടെ, അത് പ്ലേ ചെയ്യണതിന് മുമ്പ് അവർ മാറ്റാനുള്ളിടത്ത് മാറ്റും, എന്നിട്ടേ പ്ലേ ചെയ്യും. നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും ആ സാധനങ്ങൾ നമ്മളെ കയ്യിൽ കാണും. അപ്പം ഷെഫീന താത്തേൻ്റെ അടുത്ത് പോയപ്പോൾ ഷെഫീന താത്തയും കൈമലർത്തി അവളെൻ്റെ ചങ്കാണ്, തൊടൂല എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ ആലോചിച്ച് സംഭവം കോടതിയിൽ വരെ കേസ് കൊടുത്തെന്ന് പറഞ്ഞിട്ടും ഒരു പുല്ല് പോലും അനങ്ങുന്നില്ലടാ. എന്ത് ജന്മമാണ് ഈ സാധനം, ഈ ബിൻ ഫാമിലി എന്ന് പറയണത്. കോടതിയിൽ കേസ് കൊടുത്തല്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ട് പോയി അവരെ കാൽക്കൽ വീഴണ്ടേ ആ തള്ളേര പുഴുത്ത കാലിൽ. അത് ചെയ്യണില്ല. മാതിരി ഭീഷണിപ്പെടുത്തിയിട്ടും പറ്റുന്നില്ല. അങ്ങനെ ഇപ്പം നമ്മൻ്റെ ഒരാളിനെ അങ്ങോട്ട് രംഗത്തിറക്കിയിട്ടുണ്ട്. സംഭവം നമ്മളെ വിമർശിക്കുന്ന ഒരാളിനെ നമുക്ക് അവരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാം. ഇപ്പം നജിലെന്നെ ഞാൻ വിമർശിച്ച്, നജില എന്നെ വിമർശിച്ച്, നജില സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതും തെറി വിളിച്ചും നജില സംസാരിച്ചു. നമുക്ക് സംസാരിക്കാൻ പറ്റും. നജിലയുടെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. ചിലപ്പോൾ അവളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാം അവൾ അങ്ങനെ എന്നെ തെറി വിളിച്ചിട്ടുണ്ടാവുക. നമുക്ക് സംസാരിക്കാൻ പറ്റും. നജിലയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. അതുപോലെ ഷാജി നമുക്ക് സംസാരിക്കാൻ പറ്റൂടെ. കാരണം വിമർശനങ്ങൾ, അതിലൊക്കെ ഒരു വിമർശനമുണ്ട്. പക്ഷേ തെറി വിളിക്കാൻ വേണ്ടി ഒരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലടെ. തെറി വിളിച്ച് ഒന്ന് പറഞ്ഞ് രണ്ടിന് ഉടൻ തന്നെ മക്കളെ പറയുന്ന ഒരാളുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമുക്കവരെ വിമർശിക്കാൻ പോയിട്ട് അവർ പറയുന്ന കാര്യങ്ങളെ നമുക്ക് ഖണ്ഡിക്കാൻ പോലും പറ്റൂല. കാരണം വിമർശനമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്താണ്? ഇവളിനെ എങ്ങനെ നാണം കെടുത്താം, അല്ലെങ്കിൽ ഇവളുടെ മക്കളെ എങ്ങനെ സൂയിസൈഡ് പോയിന്റിൽ കൊണ്ടുവന്ന് എത്തിക്കാം. ഇങ്ങനെ ചിന്തിക്കുന്ന അലവലാദികളടുത്ത് നമുക്കൊരിക്കലും സംസാരിക്കാൻ പറ്റൂല. എൻ്റെ ഭർത്താവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഭർത്താവ് മാത്രമല്ല, എൻ്റെ അമ്മയും പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലായിടത്തും നമുക്ക് ശക്തി ജയിക്കുമെന്ന് നമ്മൾ വിചാരിക്കണം. ശക്തിക്ക് മീതെ ബുദ്ധി ജയിക്കുന്ന ചില കാര്യങ്ങൾ. ബുദ്ധി കൊണ്ടായിരിക്കണം നമ്മളെ പ്രവൃത്തി. എപ്പോഴും നമ്മളുടെ പ്രവൃത്തി ബുദ്ധി കൊണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും, ഞാനൊന്നും പറയാത്ത ഒരാൾ എന്നെ അതിര് കടന്ന് വിമർശിക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങളാണ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജനങ്ങളാണ് അവിടുത്തെ കോടതി. ജനങ്ങളാണ് അത് വിലയിരുത്തുന്ന ആളുകൾ. ജനങ്ങൾ വിലയിരുത്തട്ടെ. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നെ വിമർശിക്കുന്ന ഒരു വ്യക്തി ഇട്ടിട്ടുണ്ട്. അതിലുണ്ട് സർവത്ര ഉത്തരങ്ങൾ. നജില എന്ന സ്ത്രീയെ ഞാൻ വിമർശിക്കുന്നു എന്നതല്ല കാര്യം, മറിച്ച് എന്നെ ഒതുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി. എൻ്റെ പൊന്നു മക്കളെ, ഞാനൊരു കാര്യം പറയാം. കോടതി എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അനങ്ങിയിട്ടില്ല. നമുക്കൊരു കേസ് കോടതിയിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. 5-8 കൊല്ലം അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കണം. അതിൻ്റെ പിന്നാലെ നമ്മൾ വക്കീലിന് തിന്നാൻ കൊടുത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കണം. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ പിന്നാലെ നടന്നാലും 5-8 കൊല്ലം കേസ് നടത്തിയാലും അത് കഴിഞ്ഞു വരുന്ന വിധിക്ക്, ആ കഴിഞ്ഞു വരുന്ന ഒരു വിധി ഉണ്ടാവുമല്ലോ, ആ വിധി എനിക്ക് അനുകൂലമായിട്ടേ വരൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. തെറ്റ് ചെയ്യാത്ത ഒരാൾ ഒരിക്കലും ഒരിടത്തും പേടിക്കുകയില്ല, പതറുകയുമില്ല.
അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു തരത്തിലുള്ള പേടിയുമില്ല, ഭയവുമില്ല. അപ്പോൾ കോടതി എന്നൊക്കെ പറഞ്ഞിട്ടും അവരുടെ പിന്നാലെ പോവാത്തതിന് പുതിയ ഇറക്കുമതി ഇറക്കിയിട്ട് വിമർശിക്കുന്നതിന് മാന്യമായ വിമർശനങ്ങൾക്ക് നമുക്ക് മറുപടി തരാൻ വേണ്ടിയിട്ട് പറ്റും. മക്കളുടെ ഗുഹ്യസ്ഥാനം ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാനൊരു കാര്യം വേണ്ട എന്ന് വെച്ചാൽ അത് വേണ്ട തന്നെയാണ്. പിന്നെ എനിക്ക് നല്ല ബോധമുണ്ട്. എന്താണ് ഞാൻ ഉപയോഗിക്കുന്നത്? സോഷ്യൽ മീഡിയ ആണ് എന്ന ഒരു ബോധം. ഇവിടെ 2 തരം ആളുകളുണ്ട്. അമ്മയെ തല്ലിയാലും 2 എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം അതുപോലെ കുറച്ച് പേര് നമ്മളെ കൂടെ നിൽക്കും, കുറച്ച് പേര് അവരുടെ കൂടെ നിൽക്കും. പക്ഷെ തർക്കങ്ങൾക്കും ഒരു മാന്യതയുണ്ട്. ആ മാന്യത കടന്നിട്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് അറിയാമോ? എൻ്റെ കൂടെ എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ വളർന്നു വരുന്ന മക്കളുണ്ട്. എൻ്റെ മക്കൾക്ക് മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കണം, എൻ്റെ ഭർത്താവിന് മാന്യമായിട്ട് ജീവിക്കണം, അതുപോലെ എൻ്റെ അമ്മയ്ക്ക് മാന്യമായിട്ട് ജീവിക്കണം. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറേ മരുമക്കൾ വരും. അവരാരും തന്നെ പറയരുത് ഹേയ് ബീൻ ഫാമിലിയാ പച്ചത്തെറി വിളിക്കുന്നവർ എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലാടെ. ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതാണ് കാര്യങ്ങളുടെ ഒരു കടപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്തല്ല സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? കഷ്ടം.